അസ്സലാമലൈക്കും, ഞാൻ ഷിഹാദ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സെറിഷ്യാസ് വേൾഡിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളെ നമ്മൾ കണ്ടിട്ടില്ലേ. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മറ്റൊരു യാത്രയിലേക്ക് പോകാം. മറ്റൊന്നുമല്ല, ദുബൈ ഫെസ്റ്റിവൽ അതിൻ്റെ 25ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗ്ലോബൽ വില്ലേജ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്, എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്, അവിടെ എന്തൊക്കെ പുതുമകളാണുള്ളത് എന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ദുബൈ RT ബസ്സിലാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഫാമിലി ഒത്തിരി ഉണ്ടെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വണ്ടിയിൽ പോകുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ബസ് തന്നെയാണ് ഏറ്റവും ഉചിതം. ദുബൈയുടെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സമയത്തും രാത്രി വൈകിയും തിരിച്ചിങ്ങോട്ടേക്കും ബസ്സുണ്ട്, RT ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിൽ പോകാം. പിന്നെ മറ്റൊരു കാര്യം, വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ബസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ബസ് അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. 10 ദിറംസാണ് ഇവിടുന്ന് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ചാർജ്. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ കയറി. ആൾക്കാർ കുറവായിരുന്നു. ദുബൈയിൽ ആദ്യമായി വന്ന നമ്മുടെ റൂംമേറ്റ് മുക്സിത്തും കൂടി എൻ്റെ കൂടെയുണ്ട്. മുക്സിത്തിൻ്റെ ആദ്യത്തെ അനുഭവം കൂടിയാണ് ഈ ഗ്ലോബൽ വില്ലേജ്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ പോയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് 1996 ദുബൈ ഗ്രീക്ക് ഭാഗത്താണ് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ തുടക്കത്തിൽ 18-20ഓളം രാജ്യത്തുള്ള പവലിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് കാലഘട്ടത്തിന് ശേഷം അത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇപ്പോൾ അത് 90 രാജ്യങ്ങൾ കടന്നു. മാത്രമല്ല 5 മില്യൺ വിസിറ്റേഴ്സ് ആണ് ലാസ്റ്റ് കഴിഞ്ഞ വർഷം വരെ ഇവിടെ വന്നു പോയിട്ടുള്ളത്. ദുബൈ ജബലാലി ഭാഗത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലാണ് ഇപ്പോഴത്തെ ഗ്ലോബൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളവിടെ എത്തി. കോവിഡ് ആയത് കാരണം എൻട്രിയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. സെക്യൂരിറ്റി അവിടെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അകത്ത് കയറ്റുന്നുള്ളൂ. കോവിഡ് സാഹചര്യമായതിനാൽ കാർഡ് മാത്രമേ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ മാസം വരെയാണ് ഇവിടെ ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ പാർക്കിംഗ് ഏകദേശം 18,300 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു പാർക്കിങ്ങിനാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അകത്ത് കയറി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ്, വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. ലോകാത്ഭുതങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ നേരിട്ട് കാണുന്നൊരു ഫീലിംഗ് ആണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ബുർജ് ഖലീഫയും നമ്മുടെ ഇന്ത്യയുടെ താജ്മഹലൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് വളരെ മനോഹരമായിട്ടാണ് അത് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈജിപ്ഷ്യൻ മമ്മി, പാരീസ് ടവർ, സിഡ്നി ഒപ്പേര ഹൗസ് തുടങ്ങിയൊക്കെ ഇവിടെ നമുക്ക് കാണാം. കോവിഡ് സാഹചര്യമായതിനാൽ എല്ലായിടത്തും സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇവിടെ ഓരോ രാജ്യത്തിൻ്റെയും പവലിയനുകളുണ്ട്. അവരുടേതായ കലാരൂപങ്ങൾ, അവരുടെ നാടൻ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ ഷോപ്പിങ്ങിനായിട്ട് ഓരോ കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ രാജ്യത്ത് കയറി അവരുടെ വിശേഷങ്ങൾ, അവരുടെ പ്രത്യേകതകൾ, അവരുടെ നാടൻ കലാരൂപങ്ങൾ എന്തൊക്കെയാണ്, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കണ്ട് മുമ്പോട്ട് പോകാം. ഓക്കെ. ഇപ്പോൾ ഞാനുള്ളത് തുർക്കിയുടെ പവലിനകത്താണ്. ഇവിടെ തുർക്കിയുടേതായുള്ള അവരുടെ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ഹാൻഡ് മെയ്ഡ് കാലിഗ്രഫി, അതുപോലെ ലൈറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ളത് പാകിസ്ഥാൻ്റെ പവലിനകത്താണ്. പാകിസ്ഥാൻ പവലിനകത്ത് കയറുമ്പോൾ മൊത്തം കാണുന്നത് ഡ്രസ്സാണ്, നല്ല മെറ്റീരിയൽസ്. നമുക്കറിയാം പാകിസ്ഥാനിലുള്ള ഡ്രസ്സുകളാണ് കൂടുതലും ഇവിടെ ഗൾഫിനൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാറ്. അവിടുത്തെ ജാക്കറ്റ്, ഷർട്ട്, അതുപോലെ തന്നെ ലേഡീസ് ഡ്രസ്സ് തുടങ്ങിയവയൊക്കെ നല്ല രീതിയിൽ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്.
ഇതിവിടുത്തെ മെയിൻ സ്റ്റേജാണ്. ഇവിടെയാണ് മെയിനായിട്ട് പ്രോഗ്രാംസൊക്കെ നടക്കാറുള്ളത്. കൊറോണൻ്റെ ഒരു സാഹചര്യമായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സീറ്റിങ്ങൊക്കെ ഡിസ്റ്റൻസ് വെച്ചിട്ട് നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. തുർക്കിഷ് ഐസ്ക്രീമിൻ്റെ പഴയ ഒരു സ്വഭാവം ഇപ്പോഴും ഉണ്ട്. ഇതിലൊക്കെ കയറണമെങ്കിൽ ഒരു കാർഡുണ്ട്. ആ കാർഡിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ട് ഓരോ ഗെയിമിനും ഇത്ര പോയിൻ്റ് വരും. ആ പോയിൻ്റ് നമ്മൾ ഈ കാർഡിൽ നിന്ന് കട്ട് ചെയ്യും. വീണ്ടും നമുക്ക് വേണമെങ്കിൽ വീണ്ടും കാർഡ് റീചാർജ് ചെയ്യാം. മുമ്പൊക്കെ ഇതുപോലെയുള്ള ഗെയിം ഇതിനകത്ത് എന്തെങ്കിലും പാവയോ മറ്റോ ആയിരിക്കും ഉണ്ടാവാറ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ടാബ് കാര്യങ്ങളാണ്. ഇതിൻ്റെ ഗെയിമിൻ്റെ രീതിയൊക്കെ മാറി. ഇതിപ്പോൾ ഒരു പാകിസ്ഥാനി ഈ ഒരു ടാബ് കിട്ടാൻ വേണ്ടി ഏകദേശം 100-300 ദിർഹം ചിലവാക്കിയിട്ട് കളിക്കുകയാണ്. പക്ഷേ മൊത്തം പരാജയമാണ് മൂപ്പർ. അതുപോലെ അറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ സോപ്പിൻ്റെ പൊട്ടിയൊക്കെ അല്ലേ ഉണ്ടാവാറ്. ഇതിപ്പം ഐഫോണും എയർപോഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ സമയം ഒരു 7 മണി 7:30 മണിയോടെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗെയിംസൊക്കെ കളിക്കാൻ ആൾക്കാർ കുറവായിരുന്നു. ഇതൊക്കെയാണ് ഇതിൽ ജയിച്ചു കഴിഞ്ഞാലുള്ള സമ്മാനങ്ങൾ. It's so scary. I'm laughing my head off. ഇതിന് ഡെക്കറേഷൻ കണ്ടാൽ തന്നെ ഏത് പേടിയുള്ള ആൾക്കാർ ഒന്ന് കയറി പോകും. അത്രയ്ക്കും ലൈറ്റ്സാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യ കാണുമ്പോൾ തന്നെ ഇന്ത്യ വലിയൊരു പവലിയനാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്.
ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് നമ്മളൊരു ആളെ ശ്രദ്ധിച്ചത്. ചുമരിൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പിക്ചർ. അതൊരു പഴയ രീതിയിലുള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ മെയിൻ സ്റ്റേജിലുള്ള പരിപാടിയാണിതിപ്പോൾ. കുട്ടികളെല്ലാം ആകർഷിക്കാനായിട്ട് PJ മാർക്സിൻ്റെ പ്രോഗ്രാം, ലൈവ് പ്രോഗ്രാമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. Remember that time Catboy got shrunk down really small and they made him dance with the ninja league? ഇതെല്ലാം ജപ്പാൻ ഹാൻഡ് മെയ്ഡ് ഡോളാണ്. കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്കും പെർഫെക്റ്റാണ് ഇതിൻ്റെ ഫിനിഷിങ്. നോക്ക്, ഇത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ റഷ്യയിലാണ്. റഷ്യൻ ഹാൻഡ് മെയ്ഡ് പാവ, അതുപോലെ തന്നെ ചെസ് ബോർഡൊക്കെയാണ്. ഇത് ഞാനവിടെ ഉള്ളവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് റഷ്യയിലൊരു വിഭാഗം ആൾക്കാരുണ്ട് ഒരു പ്രദേശത്ത്, അവർ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്.
നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ ഡാൻസാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശം ആൾക്കാർ അവിടെ നിറഞ്ഞിരുന്നു. ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും വളരെ മനോഹരം അതുപോലെ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് ഈ ആഫ്രിക്കയിലുള്ള ഈ ഒരു കാഴ്ചയാണ്. ഇവിടെ എല്ലാം അത്രയും കളർഫുള്ളാണ്. ഈ കാണുന്ന പക്ഷിയില്ലേ, ഇതൊക്കെ ലൈവായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതിന് തൊട്ടടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ നോക്കിയ സമയത്ത് അയാൾ ചരടോട് ഈ പാവൻ ഈ ഒരു പക്ഷീൻ്റെ കാല് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ മരത്തിനെ കൊണ്ടാണ് ഈ മൊത്തം ഈ കാണുന്ന എല്ലാ പക്ഷികളും ഉണ്ടാക്കിയത് മരത്തിനെ കൊണ്ടാണ്. അതിൽ പോയ സമയത്ത് ഒരു സ്ത്രീ എനിക്കൊരു അവിടെ നിന്നൊരു എന്താണെന്നറിയില്ല കയ്യിൽ വെച്ച് വന്നു. ഭയങ്കര നല്ല മണമായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവരെ നാട്ടിൽ നിന്ന് നാച്ചുറലായിട്ട് 100% നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൽ വേറൊന്നും കലർത്തിയിട്ടില്ല. ഇത് നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിൽ മറ്റൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ചെറിയൊരു ബോട്ടിൽ അവരുടെ നിന്ന് വാങ്ങി. വൈകിട്ട് ഏകദേശം 4 മണിക്കാണ് ഞങ്ങൾ അകത്ത് കയറിയത്. ഈ കാഴ്ചകളെല്ലാം കണ്ട് വന്ന വഴി തിരിച്ചു പോകുന്ന നേരത്ത് താജ്മഹലൊക്കെ നല്ല വെട്ടിത്തിളങ്ങുകയാണ് ലൈറ്റിൽ. ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ പോലും ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത്രയും എൻജോയ്മെൻറ്റ് ഇവിടെ ചെയ്യുന്നത് കൊണ്ടാണ്. ഞാനൊക്കെ വിചാരിച്ചത് ഈ ഒരു വർഷം ഈ ദുബായ് ഫെസ്റ്റിവൽ ഗ്ലോബൽ വില്ലേജ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഇത് ഓപ്പൺ ചെയ്ത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം 5-8 മാസം ജോലിയും കൂലിയും അതുപോലെ തന്നെ സാമ്പത്തികമായി ശാരീരികമായിട്ട് മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് ഇത് ഓപ്പൺ ചെയ്തത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നു. കാരണം പല ആൾക്കാരും നാട്ടിൽ പോകാതെ ഫാമിലിനൊക്കെ ഇവിടെ കൊണ്ടുവരുന്നു. അവരൊക്കെ കാണിക്കാൻ പറ്റിയ വലിയൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഗ്ലോബൽ വില്ലേജ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും വരിക, വന്നിട്ട് ഇവിടെ കാണുക, നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്യുക.
അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ വീഡിയോ കമൻറ്റിലിടുക. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.